പണം ആകർഷിക്കുന്നത് കഠിനാധ്വാനവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും, ഉള്ളിലെ സംഭാഷണങ്ങളുമാണ് പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരണോ അതോ ദൂരെ നിൽക്കണോ എന്ന് നിശബ്ദമായി തീരുമാനിക്കുന്നത്. ഓരോ വ്യക്തിയും ആത്മീയമായും വൈകാരികമായും മാത്രമല്ല, ഭൗതികമായും സമൃദ്ധമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നാണ്. നിങ്ങൾ പണവുമായി ബുദ്ധിമുട്ടാൻ ജനിച്ചവരല്ല. നിങ്ങൾ വളരാനും അഭിവൃദ്ധി പ്രാപിക്കാനും വാക്കിന്റെ എല്ലാ അർത്ഥത്തിലും സമ്പന്നമായി ജീവിക്കാനും ജനിച്ചവരാണ്. മാറ്റം ഇപ്പോൾ ആരംഭിക്കുന്നു. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. സമ്പന്നനാകാനുള്ള നിങ്ങളുടെ അവകാശം. നമുക്ക് ശക്തമായൊരു സത്യത്തിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് സമ്പന്നനാകാൻ അവകാശമുണ്ട്. ആത്മാവിൽ മാത്രമല്ല, ദയയിൽ മാത്രമല്ല, ഭൗതിക ലോകത്തും. നിങ്ങൾ ജനിച്ചത് വളരാനും വികസിക്കാനും ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കാനുമാണ്. അതിൽ സുഖമായി ജീവിക്കുന്നതും സൗന്ദര്യം അനുഭവിക്കുന്നതും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ ആവശ്യത്തിലധികം പണം കൈവശം വയ്ക്കുന്നതും ഉൾപ്പെടുന്നു. എന്നിട്ടും പലരും തങ്ങളറിയാതെ തന്നെ സമൃദ്ധിയിൽ നിന്ന് സ്വയം പിന്മാറുന്നു. പണം ഒരുതരം മോശം കാര്യമാണെന്നോ, സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതയാണെന്നോ കുട്ടിക്കാലം മുതൽ അവരെ പഠിപ്പിച്ചു. പണമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം, അല്ലെങ്കിൽ പണക്കാർ അത്യാഗ്രഹികളാണ് തുടങ്ങിയ വാക്യങ്ങൾ അവരുടെ ചിന്തകളിലേക്ക് നുഴഞ്ഞുകയറുകയും സാമ്പത്തിക വിജയത്തിനുള്ള സാധ്യതകളെ നിശബ്ദമായി വിഷലിപ്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ സത്യമിതാണ്, ദാരിദ്ര്യത്തിൽ ഒരു പുണ്യമില്ല. ഒരു രോഗം ശരീരത്തെ ദുർബലമാക്കുന്നതുപോലെ ദാരിദ്ര്യമെന്ന ചിന്താഗതി ആത്മാവിനെ ദുർബലമാക്കുന്നു. നിങ്ങൾക്ക് ശാരീരികമായി അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സ തേടും. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായി അനാരോഗ്യത്തിലായിരിക്കുമ്പോൾ രോഗശാന്തി തേടാൻ നമ്മൾ എന്തിനു മടിക്കണം? നിങ്ങൾ ഇല്ലായ്മയിൽ ജീവിക്കാൻ ജനിച്ചവരല്ല. നിങ്ങൾ അതിജീവിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും സ്വയം പൂർണ്ണമായി പ്രകടിപ്പിക്കാനും ജനിച്ചവരാണ്. അതിൽ കുറ്റബോധമോ ഭയമോ ഇല്ലാതെ പണം എളുപ്പത്തിൽ ഒഴുകിവരുന്ന ഒരു ജീവിതവും ഉൾപ്പെടുന്നു. ചിലർ വാദിക്കുന്നത് പണം ആളുകളെ കൊല്ലാനും മോഷ്ടിക്കാനും പ്രേരിപ്പിക്കുന്നു എന്നാണ്. എന്നാൽ പണം സ്വയം ഒരു പ്രശ്നമല്ല. ആളുകൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം. ചിന്തിച്ചു നോക്കൂ, വൈദ്യുതിക്ക് ഒരു വീട് പ്രകാശിപ്പിക്കാനും കഴിയും, ഒരാളെ ഉപദ്രവിക്കാനും കഴിയും. വെള്ളത്തിന് ജീവൻ നിലനിർത്താനും ഒരു പ്രളയത്തിൽ അത് നശിപ്പിക്കാനും കഴിയും. പ്രശ്നം ഉപകരണത്തിനല്ല, അതിനു പിന്നിലെ ഉദ്ദേശ്യത്തിനാണ്. പണത്തിന്റെ കാര്യത്തിലും ഇത് ശരിയാണ്. അത് തിന്മയല്ല, അത് നിഷ്പക്ഷമാണ്. നിങ്ങൾ നൽകുന്ന ഊർജം അത് സ്വീകരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ പണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, മറ്റെല്ലാം മറന്ന് അതിനെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റും. ജീവിതം സമ്പത്തിനു വേണ്ടിയുള്ള ഒറ്റയാൾ ഓട്ടമത്സരമല്ല. നിങ്ങൾ അതിനേക്കാൾ വലുതായ ഒന്നിനാണ് ഇവിടെ വന്നത്. സമാധാനം, സ്നേഹം, സന്തോഷം, ആരോഗ്യം, ലക്ഷ്യം എന്നിവ ആസ്വദിക്കാനാണ് നിങ്ങൾ ഇവിടെയുള്ളത്. പണം ആ വലിയ ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾക്ക് ദശലക്ഷങ്ങൾ ആഗ്രഹിക്കാം, അതേസമയം ജീവിതത്തിൽ സമാധാനവും നിലനിർത്താം. പ്രധാനം സന്തുലിതാവസ്ഥയാണ്. പണത്തെ ഒരു പ്രതീകമായി കരുതുക, സമൃദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും ദൈവികമായ പ്രകടനത്തിന്റെയും പ്രതിഫലനം. വിവേകത്തോടെ ഉപയോഗിക്കുമ്പോൾ പണം നന്മയ്ക്കുള്ള ശക്തമായ ഒരു ശക്തിയായി മാറുന്നു. അതിന് മറ്റുള്ളവരെ സുഖപ്പെടുത്താനും കെട്ടിപ്പടുക്കാനും ഉയർത്താനും എണ്ണമറ്റ വഴികളിൽ അനുഗ്രഹിക്കാനും കഴിയും. ഇതാ ഒരു പ്രധാന സത്യം: സമ്പത്ത് നിങ്ങൾക്ക് പുറത്തുള്ള ഒന്നല്ല, അത് ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതൊരു മാനസികാവസ്ഥയാണ്, ഒരു ബോധമാണ്. ഒരു സമ്പന്നൻ പണത്തെ വേലിയേറ്റം പോലെ കാണുന്നു. അത് പുറത്തേക്ക് പോയേക്കാം, പക്ഷെ അതെപ്പോഴും തിരികെ വരും. ഒരിക്കലും വറ്റാത്ത ആ ഉറവയിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത്തരമൊരു മാനസികാവസ്ഥ എങ്ങനെ വികസിപ്പിക്കാം? നിങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കിക്കൊണ്ട് ആരംഭിക്കുക. മനസ്സ് ശാന്തവും സ്വീകരിക്കാൻ തയ്യാറാകുന്നതുമായ ഒരു സമാധാനപരമായ നിമിഷം കണ്ടെത്തുക, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിനു മുമ്പ്. ആ വിശ്രമാവസ്ഥയിൽ ആഴത്തിലുള്ള സത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. സ്വയം ചോദിക്കുക, പണം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വരുന്നത്? ആശയങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എല്ലാ സമൃദ്ധിയുടെയും ഉറവിടം എന്താണ്? ആ വഴിയിലൂടെ നിങ്ങൾ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ നിങ്ങൾ ഒരൊറ്റ സത്യത്തിലേക്ക് നയിക്കപ്പെടും: എല്ലാം ആരംഭിക്കുന്നത് മനസ്സിലാണ്. ഇനി ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. ദിവസത്തിൽ പലതവണ, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിനു മുമ്പ്, സാവധാനം സ്വയം പറയുക: പണം എന്റെ ജീവിതത്തിൽ എപ്പോഴും സ്വതന്ത്രമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും ദൈവികമായ ഒരു മിച്ചമുണ്ട്. വാക്കുകൾ വെറുതെ ആവർത്തിക്കുകയല്ല, അത് അനുഭവിക്കുക. അത് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അനുവദിക്കുക. നിങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ പുനഃക്രമീകരിക്കാൻ തുടങ്ങും. നിങ്ങൾ സമൃദ്ധിക്ക് യോഗ്യരാണെന്നും പണം സ്വാഭാവികമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്നുമുള്ള ആഴത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസം നിങ്ങളുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഹ്യലോകം മാറാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണും. മനസ്സിന്റെ അംഗീകാരം, ഞാൻ സമ്പന്നനാണ് അല്ലെങ്കിൽ ഞാൻ വിജയിയാണ് പോലുള്ള സ്ഥിരീകരണങ്ങൾ, അഫർമേഷൻസ്, നിങ്ങൾ എപ്പോഴെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? എന്നിട്ടും ഒന്നും മാറിയില്ല. ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ വഷളായോ? അത് നിരാശാജനകമാണ്, അല്ലേ? സത്യമെന്തെന്നാൽ സ്ഥിരീകരണങ്ങൾ പ്രവർത്തിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ചാലകശക്തിയായ ഉപബോധ മനസ്സ് അത് വിശ്വസിക്കാത്തതുകൊണ്ടാണ്.
നിങ്ങൾ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഞാൻ സമ്പന്നനാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിപരീത വികാരത്തിന് കാരണമായേക്കാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒന്ന് മന്ത്രിക്കും, ഇല്ല, നീയല്ല, നീ പാപ്പരാണ്. ആ ആന്തരിക സംഘർഷം നിങ്ങളുടെ വാക്കുകളെ റദ്ദാക്കുന്നു. നിങ്ങൾ സമൃദ്ധിയേക്കാൾ ശക്തമായി ഇല്ലായ്മ അനുഭവിക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ പ്രബലമായ വികാരത്തോടാണ് പ്രതികരിക്കുന്നത്, അല്ലാതെ നല്ല വാക്കുകളോടല്ല. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കും? നിങ്ങളുടെ മനസ്സിന് ചെറുത്തുനിൽപ്പില്ലാതെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ആരംഭിക്കുക. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തോന്നാത്ത ഒരു വിശ്വാസത്തെ നിർബന്ധിക്കുന്നതിനു പകരം സാധ്യമാണെന്ന് തോന്നുന്ന സ്ഥിരീകരണങ്ങളിൽ നിന്ന് ആരംഭിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുക: ഞാൻ ഓരോ ദിവസവും മെച്ചപ്പെടുന്നു. പണം എന്റെ ജീവിതത്തിലേക്ക് ഒഴുകിത്തുടങ്ങുന്നു. ഞാൻ ജ്ഞാനത്തിലും സമ്പത്തിലും ആത്മവിശ്വാസത്തിലും വളരുകയാണ്. ഈ പ്രസ്താവനകൾ ആന്തരിക സംഘർഷം സൃഷ്ടിക്കുന്നില്ല. അവ മുന്നോട്ടുള്ള ഗതിവേഗം കൂട്ടുന്നു. പടിപടിയായിട്ടാണെങ്കിലും നിങ്ങൾ മുന്നോട്ടു പോകുന്നു എന്ന സത്യവുമായി നിങ്ങളുടെ ഉപബോധ മനസ്സ് പൊരുത്തപ്പെടാൻ തുടങ്ങുന്നു. കീശയിൽ കുറച്ച് നാണയങ്ങൾ മാത്രമുള്ള ഒരു വിൽപ്പനക്കാരനെ സങ്കൽപ്പിക്കുക. താൻ സമ്പന്നനാണെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് പ്രയാസമായിരിക്കാം, പക്ഷേ നാളെ എനിക്ക് കൂടുതൽ സമ്പാദിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കാൻ എളുപ്പമാണ്. ആ വിശ്വാസത്തോടെ വാതിൽ തുറക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ശക്തമായ ഒരു കാര്യമിതാ: എല്ലാ ദിവസവും കണ്ണാടിക്ക് മുന്നിൽ ശാന്തമായി വിശ്രമിച്ചു നിൽക്കുക. എന്നിട്ട് 3 വാക്കുകൾ ആവർത്തിക്കുക: ആരോഗ്യം, സമ്പത്ത്, വിജയം. ഞാൻ ആരോഗ്യവാനാണ് എന്നോ ഞാൻ സമ്പന്നനാണ് എന്നോ പറയരുത്. വാക്കുകൾ മാത്രം പറയുക. ഈ അമൂർത്തമായ ആശയങ്ങൾ ചെറുത്തുനിൽപ്പിന് കാരണമാകില്ല. നിങ്ങളുടെ മനസ്സ് തുറന്നിരിക്കും. പതുക്കെ ആ വാക്കുകൾ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാനും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനും തുടങ്ങും. സമ്പത്ത് മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ ഭൂതകാലത്തെയോ ബാങ്ക് അക്കൗണ്ടിനെയോ നിങ്ങൾക്കറിയാവുന്ന ആളുകളെയോ ആശ്രയിച്ചല്ല. അത് നിങ്ങളുടെ വിശ്വാസത്താൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളും നിരന്തരം നിങ്ങളുടെ ബാഹ്യലോകത്തെ രൂപപ്പെടുത്തുന്നു. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നത് നിങ്ങൾ സൃഷ്ടിക്കുന്ന ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു. എന്നാൽ ഒഴിവാക്കേണ്ട ഒരു കെണിയുണ്ട്. മറ്റൊരാളുടെ സമ്പത്തിൽ ഒരിക്കലും അസൂയപ്പെടരുത്. ആരെങ്കിലും വിജയിക്കുന്നത് കാണുമ്പോൾ അവരെ അനുഗ്രഹിക്കുക. അവരുടെ വിജയം നിങ്ങളുടേതുപോലെ ആഘോഷിക്കുക. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ മറ്റുള്ളവരോട് നീരസം കാണിക്കുമ്പോൾ, നിങ്ങളെക്കാൾ ഉയരുന്നവരെ വിധിക്കുകയോ അവരെക്കുറിച്ച് അപവാദം പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അനുഗ്രഹങ്ങളെ തടയുന്നു. നിങ്ങൾ വിശ്വാസം നടേണ്ടിടത്ത് കയ്പ് നടുന്നു. ചിലർ ചുണ്ടുകൊണ്ട് സമൃദ്ധിക്കായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ വിജയത്തെ രഹസ്യമായി ശപിക്കുന്നു. ആ വൈരുദ്ധ്യം അവരുടെ പുരോഗതിയെ നശിപ്പിക്കുന്നു. അഭിവൃദ്ധി പ്രാപിക്കാൻ നിങ്ങൾ ആരെയും ചതിക്കുകയോ അവരിൽ നിന്ന് എടുക്കുകയോ ചെയ്യേണ്ടതില്ല. യഥാർത്ഥ സമ്പത്ത് എല്ലാവരെയും ഉയർത്തുന്നു. എന്നാൽ നിങ്ങൾ മോഷ്ടിക്കുകയാണെങ്കിൽ പ്രവൃത്തിയിലൂടെയോ വികാരത്തിലൂടെയോ നിങ്ങൾ സമാധാനവും സന്തോഷവും ആരോഗ്യവും സ്വയം നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിൽ ആർക്കെങ്കിലും സ്ഥാനക്കയറ്റം ലഭിച്ചാൽ അവരെ അഭിനന്ദിക്കുക. ഒരു സുഹൃത്ത് എന്തെങ്കിലും വലുതു നേടിയാൽ അവരെ ആഘോഷിക്കുക. അവരുടെ വിജയം നിങ്ങളുടെ നഷ്ടമല്ല, അത് നിങ്ങൾക്കും സമൃദ്ധി സാധ്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനയാകട്ടെ. ഗ്രഹങ്ങളെ നയിക്കുന്ന സൂര്യനെ പ്രകാശിപ്പിക്കുന്ന അതേ ദൈവിക സാന്നിധ്യം എന്റെ ജീവിതത്തെയും വീടിനെയും ജോലിയെയും എനിക്കുള്ള എല്ലാറ്റിനെയും പരിപാലിക്കുന്നു. നിങ്ങളൊരു സാമ്പത്തിക പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ വിഷമിച്ച് ഉറങ്ങാൻ പോകരുത്. പകരം പറയുക: ഞാൻ ഈ ഭാരം ദൈവിക ജ്ഞാനത്തിന് വിട്ടുകൊടുക്കുന്നു. സൂര്യോദയത്തോടെ ഉത്തരം ഉദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂര്യോദയം ഒരിക്കലും പരാജയപ്പെടാത്തതുപോലെ പരിഹാരവും പരാജയപ്പെടില്ല. നിങ്ങളുടെ ഉറക്കം സമാധാനപരമായിരിക്കട്ടെ, ഭയം നിറഞ്ഞതാകരുത്. വലുതായ എന്തോ ഒന്ന് അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നറിഞ്ഞ് നിങ്ങളുടെ ഹൃദയം വിശ്രമിക്കട്ടെ. നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം തേടുന്നു. നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ വിശ്രമം തേടുന്നു. നിങ്ങളുടെ ആത്മാവ് സമൃദ്ധിക്കായി കൊതിക്കുമ്പോൾ അതൊരു അടയാളമാണ്. അതിനർത്ഥം സമൃദ്ധി നിങ്ങളുടെ ജന്മാവകാശമാണെന്നാണ്. അതിനാൽ ദിവസവും സ്വയം ഓർമ്മിപ്പിക്കുക: ദൈവമാണ് എന്റെ വിതരണത്തിന്റെ ഉറവിടം. ആ വിതരണം ഇപ്പോൾ എന്റേതാണ്. ഞാൻ എന്റെ കഴിവുകൾ സ്വതന്ത്രമായി നൽകുന്നു. എനിക്ക് ദൈവികമായും സമൃദ്ധമായും പ്രതിഫലം ലഭിക്കുന്നു. നന്ദി ദൈവമേ. ഇത് വിശ്വാസത്തോടെ ആവർത്തിക്കുക. നിങ്ങളുടെ വായിൽ നിന്നു മാത്രമല്ല, ഹൃദയത്തിൽ നിന്നും. താമസിയാതെ നിങ്ങളുടെ ആന്തരിക ലോകം നിങ്ങളുടെ ബാഹ്യ യാഥാർത്ഥ്യത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾ കാണും. നിങ്ങൾ നിഷേധാത്മകതയോ ഭയമോ അഭിമുഖീകരിക്കുമ്പോൾ അതിനോട് തർക്കിക്കരുത്, പരിഭ്രാന്തരാകരുത്. പകരം നിങ്ങളുടെ ആന്തരിക ശക്തിയിലേക്ക് മടങ്ങിപ്പോയി ഉറപ്പിക്കുക: എന്റെ എല്ലാ ആവശ്യങ്ങളും ദൈവികമായി നിറവേറ്റപ്പെടുന്നു. എന്റെ ജീവിതത്തിൽ ദൈവികമായൊരു മിച്ചമുണ്ട്. ദൈവത്തിന്റെ സമ്പത്ത് എന്റെ സമ്പത്താണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ കപ്പിത്താനാണ്. നിങ്ങളുടെ ചിന്തകളാണ് കൽപ്പനകൾ. നിങ്ങളുടെ ചിന്തകൾ എവിടേക്ക് പോകുന്നുവോ അവിടേക്ക് നിങ്ങളുടെ ജീവിതവും പിന്തുടരുന്നു. അതിനാൽ ഇത് ചിത്രീകരിക്കുക. നിങ്ങൾക്ക് അവിശ്വസനീയമായ സാമ്പത്തിക വാർത്തകൾ ലഭിക്കുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് ആവേശവും ജീവനും നന്ദിയും തോന്നുന്നു.
ആരെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, അഭിനന്ദനങ്ങൾ, നിങ്ങൾ അത് നേടിയിരിക്കുന്നു. ആ ചിത്രം, ആ വികാരം, ആ ആന്തരിക സന്തോഷം, അത് വെറും ഭാവനയല്ല. ആ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഇന്ധനമാണത്. നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്തുതന്നെയായാലും, സമാധാനമോ സമൃദ്ധിയോ സ്നേഹമോ സന്തോഷമോ, നിങ്ങൾ അതിനെ വിവാഹം കഴിക്കണം. നിങ്ങൾ പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധരാകണം. ഇടയ്ക്കിടെ അതിനോട് ശൃംഗരിക്കുകയും പിന്നെ ഭയം, സംശയം, അസൂയ, ഉത്കണ്ഠ എന്നിവയെ ഭരിക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ പൂർണ്ണമായി അവകാശപ്പെടുമ്പോൾ, നിങ്ങളത് ചിന്തിക്കുകയും അനുഭവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, അപ്പോഴാണ് പരിവർത്തനം ആരംഭിക്കുന്നത്. ഇതുവരെ നമ്മൾ വിശ്വാസങ്ങൾ, സ്ഥിരീകരണങ്ങൾ, ദൃശ്യവൽക്കരണം, ഉപബോധമനസ്സിന്റെ ശക്തി എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഘടകം കൂടിയുണ്ട്: ആത്മനിയന്ത്രണം. നോക്കൂ, ഏറ്റവും ശക്തമായ ചിന്തകൾക്കും ഏറ്റവും വ്യക്തമായ സ്വപ്നങ്ങൾക്കും പോലും നിങ്ങളുടെ ഊർജ്ജത്തെ ഉദ്ദേശത്തോടെ നയിച്ചില്ലെങ്കിൽ നിങ്ങളെ സമ്പത്തിലേക്ക് നയിക്കാൻ കഴിയില്ല. ആഗ്രഹം മാത്രം പോരാ, നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങളുടെ ആന്തരിക കാഴ്ചപ്പാടുമായി യോജിപ്പിക്കാൻ നിങ്ങൾ ഓരോ ദിവസവും ബോധപൂർവമായ നടപടികൾ കൈക്കൊള്ളണം. ഇവിടെയാണ് ആത്മനിയന്ത്രണം നിങ്ങളുടെ ഏറ്റവും വലിയ ഉപകരണമായി മാറുന്നത്. അച്ചടക്കം എന്നത് സ്വയം നിർബന്ധിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല. സംശയങ്ങൾ കടന്നുവരുമ്പോഴും പുരോഗതി മന്ദഗതിയിലാണെന്ന് തോന്നുമ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വിശ്വസ്തത പുലർത്താനും മുന്നോട്ടു പോകാനും നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇത്. നിങ്ങൾ ലക്ഷ്യത്തോടെ ഉണരുന്ന ഒരാളായി മാറണം. ശരിയായ സമയത്തിനായി കാത്തിരിക്കാതെ അത് സൃഷ്ടിക്കുന്ന ഒരാളായി മാറണം. നിങ്ങൾ സമ്പത്തിനായി ആഗ്രഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി അതിനായി പ്രവർത്തിക്കുന്നു. അത് വ്യക്തമായ ലക്ഷ്യങ്ങൾ വെക്കുന്നതിലൂടെ ആരംഭിക്കുന്നു. എനിക്ക് കൂടുതൽ പണം വേണം എന്നതുപോലുള്ള അവ്യക്തമായ ആഗ്രഹം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രവർത്തനത്തിലേക്ക് നയിക്കില്ല. എന്നാൽ ഞാൻ വിജയകരമായ ഒരു ഡിസൈൻ ബിസിനസ് കെട്ടിപ്പടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്ത് പ്രതിമാസം $1000 സമ്പാദിക്കുന്നു പോലുള്ള കേന്ദ്രീകൃതമായ പ്രസ്താവന നിങ്ങളുടെ മനസ്സിന് അംഗീകരിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന ശക്തമായ ഒരു ചിത്രം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക. എല്ലാ ദിവസവും രാവിലെ അവയെ ദൃശ്യവൽക്കരിക്കുക. അവ ഉറക്കെ പറയുക. അവ ഇതിനകം യാഥാർത്ഥ്യമായതുപോലെ അനുഭവിക്കുക. ചിന്ത, വികാരം, സ്ഥിരമായ പ്രവൃത്തി എന്നിവയുടെ ഈ സംയോജനം നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കും. ഓർക്കുക, ഓരോ വലിയ മാറ്റവും ചിന്തയുടെ അദൃശ്യമായ മണ്ഡലത്തിലാണ് ആരംഭിക്കുന്നത്. ഒരു വിത്ത് ഭൂമിക്കടിയിൽ വളർന്ന് ഉപരിതലത്തിലേക്ക് വരുന്നതുപോലെ ലോകം കാണുന്നതിനു മുമ്പ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ ഉള്ളിൽ ആരംഭിക്കുന്നു. അതിനാൽ ശരിയായ വിത്തുകൾ നടാൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ചിന്തകളെ അച്ചടക്കത്തിലാക്കുക. നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ച് സത്യസന്ധത പുലർത്തുക. ഭൗതിക ലോകത്ത് നിങ്ങളുടെ പങ്ക് ചെയ്യുക. ആത്മീയ നിയമങ്ങൾ അവരുടേത് ചെയ്യുമെന്ന് വിശ്വസിക്കുക. ഇതാണ് സമ്പത്തിലേക്കുള്ള അവസാന പാത.